ഗായ്സ്, നമ്മള് 5 വർഷം കൂടി നാട്ടിൽ പോയിട്ട് തിരിച്ച് കാനഡയിൽ വന്നേക്കാണ്. എന്താ ഞങ്ങള് തിരിച്ചു വന്നപ്പം ആകെപ്പാടെ ബ്ലിങ്കസ്യ എന്നുള്ളൊരു അവസ്ഥയിലാണ്. കാരണം 5 വർഷം കൂടി നാട്ടിൽ പോയി 1 മാസം നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നാട്ടില് നിന്നാ മതിയായിരുന്നു, അങ്ങനെയൊക്കെ ഒരു തോട്ട്സ്. പക്ഷെ അതൊരിക്കലും ശരിയുമല്ല അല്ലെ. കാരണം നമ്മള് സെറ്റിൽഡ് ആയതും ജോലി ആയതും ഒരു ലൈഫൊക്കെ മുന്നോട്ട് പോകുന്നതും കാനഡയിൽ വന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിക്കാനോ പാടില്ല. പക്ഷെ സങ്കടത്തിലാണ്. കാരണം ഇവിടെ ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ നാട്ടിലെല്ലാ. പിന്നെ നാട് എന്തും വേണ്ടിയാണ് മാറിപ്പോയത്. നാട്ടിലില്ലാത്ത സംഭവം എന്തെങ്കിലും ഉണ്ട്. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. ഇനി കാണുന്നവർക്ക് ഇനി ആംഗ്യ ഭാഷ പോണത് നാട്ടിലില്ലാത്ത സംഭവം തന്നെ. നാട്ടിൽ പോയിട്ട് എത്ര കഫേസ് ആണ്, എന്തൊക്കെ കാര്യങ്ങളാണ്. ലൈക്ക് ലൈഫ് സ്റ്റൈൽ ഒക്കെ ഭയങ്കരമായിട്ട് മാറിപ്പോയി ആൾക്കാരുടെ. അങ്ങനെയല്ല, നാട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ഒന്നും തോന്നിയില്ല? എനിക്ക് തോന്നി. ഞാൻ 5 years കഴിഞ്ഞ് പോകുന്നോണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് എന്തായാലും ചേഞ്ച് തോന്നി. എന്തായാലും തിരിച്ചെത്തി കാനഡയില്. വന്ന ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഞാൻ പനി പിടിച്ച് കിടപ്പായിരുന്നു. ഷാരോൺ പിന്നെ ലേറ്റ് ആയിട്ടാ വന്നത്. ഷാരോണും ചെറിയൊരു കോൾഡ് ഒക്കെ ഉണ്ടായിരുന്നു തോന്നുന്നല്ലേ. പക്ഷെ വന്നിറങ്ങിയത് ഞങ്ങളത് എങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കട്ട മഞ്ഞ്. ഞങ്ങള് 8 വർഷമായി ഇപ്പൊ കാനഡയില് വന്നിട്ട് ഇത്രയും തണുപ്പ് ഫീൽ ചെയ്യുന്ന ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞ എനിക്ക്. അത് തണുപ്പ് കാരണം പുറത്തിറങ്ങാൻ തോന്നുന്നില്ല. അതാണ് ഇപ്പൊ പറയാൻ വന്നത്. ഇനി 2 ആഴ്ച കൂട്ടിട്ട് ഞാനിപ്പോ പുറത്തിറങ്ങിയേക്കാണ്. ശാരം കഴിഞ്ഞ ആഴ്ച ശാരം പിന്നെ എന്ത് ദിവസം പോകുന്നുണ്ടല്ലോ, പള്ളി പോകുന്നുണ്ടല്ലോ, എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നുണ്ടല്ലോ. ഞങ്ങളിപ്പം ഇന്ന് ഇറങ്ങിയേക്കുന്നത് ഞങ്ങളുടെ 2ാമത്തെ വണ്ടി പുറത്ത് വേറൊരു ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു വിട്ടിരുന്നത് ഞങ്ങൾ നാട്ടിൽ പോയ സമയത്ത്. അപ്പൊ അത് എടുക്കണം. പിന്നെ ചെറിയ ചെറിയ കുട്ടി ഷോപ്പിങ്സ്, പിന്നെ നമ്മുടെ ഫ്രണ്ട്സിന് കുറച്ച് സാധനങ്ങളൊക്കെ കൊടുക്കാനുണ്ട്. അങ്ങനെ ചുമ്മാ പുറത്തോട്ട് ഇറങ്ങിയേക്കാണ്. അതാണ് അപ്പോ ഇന്നത്തെ പരിപാടി. ഇന്നൊരു സാറ്റർഡേ. ഷാരോൺ എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ച് എല്ലാ വീഡിയോ കൊളാക്കി തരാൻ വേറെ ആരും വേണ്ട. മൈക്കട്ടിയാനുള്ള ഈസ് നീഡഡ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് മീ. ഞാൻ ആദ്യമായിട്ട് സ്നോ പെയ്യുന്നത് കാണുന്നത് കാനഡയിൽ വന്നിട്ടായിരുന്നു കേട്ടോ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ടാട്ടെ. ഞാൻ സത്യം പറഞ്ഞാൽ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി. പക്ഷെ ഇപ്പോൾ എനിക്കിത് കാണുന്ന കാര്യം മാത്രം ഓർക്കാൻ വയ്യ. അതും ഗ്ലാസിൻ്റെ അകത്തിരുന്നിട്ട് പുറത്തോട്ട് ഇറങ്ങാൻ വയ്യ. പിന്നെ ഇപ്രാവശ്യത്തെ വിൻഡെന്ന് പറഞ്ഞാൽ പോളാർ വെർട്ടെക്സ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര എക്സ്ട്രീംലി കോൾഡ് വെതറും കൂടാണ്. സഹിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് ബ്രാൻഫോർഡ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഞങ്ങളുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ ഞങ്ങളുടെ സേഫായിട്ട് ഞങ്ങളുടെ മിനിയുടെ കിടപ്പുണ്ട്. ഷാരോന്റെ ഫേവറേറ്റ് വണ്ടിയാണ് കേട്ടോ. സ്നോ ഒക്കെ കവർ ചെയ്ത് കിടക്കുകയാണ്. കാരണം ഇന്നലെ നൈറ്റ് സ്നോഫോൾ ഉണ്ടായിരുന്നു. പക്ഷെ ഹാർഡ് ആയിട്ടില്ല, ഐസ് ആയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് വേഗം റിമൂവ് ചെയ്തെടുക്കാനേ ഉള്ളൂ. നല്ല രസമില്ല, തൊപ്പി പോലില്ല. ഞാൻ കണ്ടോടെ പറഞ്ഞ ഒരു തൊപ്പിയൊക്കെ വേണ്ടിട്ടുണ്ടല്ലോ ഒന്ന്. സ്റ്റാർട്ട്. എന്തായാലും ഭാഗ്യത്തിന് വണ്ടി സ്റ്റാർട്ടായി. ബാറ്ററി ഡെഡ് അല്ലായിരുന്നു. പിന്നെ ഐസൊക്കെ ക്ലീൻ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും ഹാർഡ് അല്ലാത്തത് കൊണ്ട് വളരെ എളുപ്പമായിരുന്നു. പിന്നെ ഈ ഐസ് ക്ലീനിങ് എന്ന് പറയുന്നത് വളരെ തലവേദന പിടിച്ചൊരു പരിപാടിയാണ്. അതിപ്പം നമ്മുടെ വീടൊക്കെ ഉണ്ടെങ്കിൽ, അപ്പാർട്ട്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ ഡ്രൈവേ ക്ലീൻ ചെയ്യണം. കാരണം അവിടെ ആരെങ്കിലും തെന്നിയടിച്ച് വേണം അത് നമ്മുടെ പെട്ടകരിക്കും. അവർക്ക് നമ്മളെ സൂചിക്കാം. എന്തായാലും ഞങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് പതുക്കെ നേരെ വിട്ടത് ബ്രാൻഫോർഡ് തന്നെ ഒരു മോളുണ്ട്. കാരണം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വുഡ്സ്റ്റോക്കിൽ മോളൊന്നും ആയിട്ടില്ല. കാരണം ഒരു ചെറിയ കമ്മ്യൂണിറ്റിയാണ്, ബിൽഡ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ഷോപ്പിംഗ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എന്തായാലും ഞങ്ങൾ നേരെ പോയത് ലിൻഡൻ മോളിലേക്കാണ്. അപ്പൊ നമ്മളങ്ങനെ വണ്ടിയൊക്കെ എടുത്തു. അപ്പൊ നേരെ പോകുന്നത് 8 വർഷമായി കാനഡയിൽ ഉണ്ടായിട്ട് എനിക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള വിൻ്റർ ജാക്കറ്റ് ഇല്ല. അപ്പം ഞാൻ ഇപ്രാവശ്യത്തെ വിൻ്ററിൽ പക്ഷെ എൻ്റെ കോട്ട്സ് ഒന്നും നിൽക്കുന്നില്ല. അതുകൊണ്ട് എനിക്കൊരു ജാക്കറ്റ് വാങ്ങിച്ച് മതിയാവും. അതുകൊണ്ട് എനിക്ക് കാണാൻ വൃത്തിയുള്ള ഒരു ജാക്കറ്റ് കിട്ടുമോ എന്നറിയാൻ ഞങ്ങൾ ജസ്റ്റ് മുകളിലൊന്ന് കയറുകയാണ്. അല്ല ഷാരോൺ, ഞങ്ങൾ മോളിൽ കയറിയ പോലെ കണ്ടത് ഈ ആനിമൽ റൈഡ്സ് ആണ്. ഭയങ്കര ക്യൂട്ടല്ലായിരുന്നു. എന്തായാലും ഞങ്ങൾ കുറേ അധികം ഷോപ്പിൽ കയറി ഇറങ്ങി കേട്ടോ. ഇഷ്ടം പോലെ തപ്പി. സത്യം പറഞ്ഞാൽ വൃത്തിയുള്ള, മെനയുള്ള, ഒത്തിരി കംഫർട്ടായിട്ടുള്ള ഒരു നല്ല ജാക്കറ്റ് കണ്ടില്ല ഒരു കടയിൽ. കുറേ സ്റ്റോർ ക്ലോസിങ് സെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഉണ്ട്, ജാക്കറ്റ്സ് മാത്രമേ ഇല്ല. വിൻ്റർ ജാക്കറ്റ് കിട്ടിയില്ല ഗൈസ്. ബിക്കോസ്
ഷാരോ പറയുന്നത് വിന്റേജ് ജാക്കറ്റ് വാങ്ങിക്കേണ്ട സമയം കഴിഞ്ഞു. ഇതെന്തൊരു ഇഷ്ടമാണ്. ഞാൻ സ്റ്റോഴ്സിലൊന്നും നോക്കിയിട്ട് കിട്ടിയില്ല. ഇനിയിപ്പോൾ ഓൺലൈൻ നോക്കാം. അപ്പോൾ എന്തായാലും 5:45 ഉള്ളൂ. ഞങ്ങൾ ജാക്കറ്റ് തപ്പി കിട്ടിയില്ല. ഞാൻ എന്തായാലും ഒരെണ്ണം വാങ്ങിക്കും. ഓൺലൈൻ വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും വാങ്ങിക്കുന്ന ഒരു സാധനം നിങ്ങളെ കാണിച്ചിരിക്കും. നമ്മളിപ്പോൾ മിനിയുടെ ടയർ മാറ്റാൻ വന്നിരിക്കുന്നത്. ഇവിടെ സീസണൽ ആകുമ്പോഴത്തേക്കും ടയേഴ്സ് മാറ്റണമല്ലോ എന്തായാലും. 5:45 രാത്രിയെ. ഇതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വന്നു കഴിയുമ്പോൾ വെതർ മാറി കുറേ ഇരുട്ടായി, വേഗം ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനില്ല, കാണുന്ന മുഴുവൻ വെള്ള സംഭവങ്ങളൊക്കെയാണ്. അതുകൊണ്ട് നമ്മൾ കഴിവതും വിൻ്റർ ടൈമിലൊക്കെ എൻഗേജ്ഡ് ആയിട്ടിരിക്കുക, എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് അല്ലെങ്കിൽ ഈ ലോൺലിനെസ് അല്ലെങ്കിൽ ഒരുപാട് ഡിപ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ആൾക്കാർക്ക് തോന്നുന്ന ഒരു സമയമാണ്. മൂണും ഒരു സ്റ്റാറും മാത്രം നല്ല ഭംഗിയുണ്ട് കേട്ടോ, വേറെ ഒന്നുമില്ല. ഇത് കാണിക്കാതെ. ഇത് കണ്ടപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ നോക്കിയപ്പോഴത് മൂൺ ആൻഡ് വീനസ് ആയിരുന്നു. എന്തായാലും അത് നിങ്ങൾക്കും കാണാൻ പറ്റിയില്ല. അങ്ങനെ മിനിയുടെ ടയർ മാറ്റാൻ കുറേ സമയം എടുക്കുന്നു പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു പുറത്തേക്ക് നിൽക്കാം, അവിടെ നിന്നും ബോറടിക്കണ്ട, പിന്നെ അവരെ എത്ര നേരം എന്ന് വെച്ചിട്ടാണ് നമ്മൾ നോക്കി പഠിപ്പിക്കുന്നത്. അപ്പം ഉണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയാണെങ്കിൽ പുറത്ത് നല്ല കട്ട സ്നോ ആണ് കേട്ടോ. വന്നിട്ട് സത്യം പറഞ്ഞാൽ 2-3 ആഴ്ച കൂടി പുറത്തിറങ്ങി ഇപ്പോഴാണ് ഞാൻ ഇത്ര സ്നോയിൽ നടക്കുന്നതിന്. അപ്പം ഉണ്ട് അപ്പുറത്ത് തൊട്ടടുത്തൊരു ഷോപ്പുണ്ട്, ലിക്വിഡേഷൻ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ചുമ്മാ കയറാമെന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം. അകത്ത് കയറാൻ പറ്റിയില്ല, കാരണം ഇനി 1 മിനിറ്റ് കൂടെ ഉള്ള കട അടയ്ക്കാം, പിന്നെ കയറിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും വെറുതെ ഞങ്ങൾ ഒരു ഏകദേശം 1/2 കിലോമീറ്റർ സ്നോയ്ക്കകത്ത് നടന്നാണ് ഇങ്ങോട്ട് ക്രോസ് ചെയ്തത്. തിരിച്ച് വീണ്ടും അത് തന്നെ നടക്കാൻ പോവാണ്. വേഗം പാടോ. എന്തെന്ന് ചാടി ഓടിയൊക്കെ ഞാൻ അവിടെ ഐസ. അപ്പൊ സമയം 6:30 ആയിട്ടുണ്ട്. ഞങ്ങൾ മിനിയുടെ ടയറൊക്കെ മാറ്റി ഇനി നേരെ വീട്ടിലേക്ക് പോവാണ്. ഏകദേശം എനിക്ക് തോന്നുന്നു ഉച്ചയായപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയ അന്ന് സമയം കഴിഞ്ഞു, രാത്രിയായി. ഇനിയിപ്പോ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല, വീട്ടിൽ പോവാ, ചില്ലായിട്ടിരിക്കുക, ഭക്ഷണം കഴിക്കുക, നെറ്റ്ഫ്ലിക്സ് കാണുക, അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു കിട്ടി. അപ്പോ സീ യു ഗായ്സ് ഓൺ ദ നെക്സ്റ്റ് വ്ലോഗ്. ഇതായിരുന്നു ഞങ്ങളുടെ ഈ ഒരു ചെറിയ സാറ്റർഡേ.